നമ്മുടെ വീട്ടിലോട്ടാണ് ഈ വന്നേക്കുന്നത്. മാത്രമല്ല ഡ്രസ്സ് മടക്കി വെച്ചിരുന്ന അവിടെ തന്നെ. ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നേ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായ കഴിപ്പിക്കാൻ കേട്ടോ. നമ്മൾ സംസാരിച്ച് നിന്ന് സമയം പോകാറ്. കാരണം അച്ഛനൊക്കെ അങ്ങനെ മീൻ ഐറ്റംസ് മുൻപ് എവിടെയോ കണ്ടു മറന്നിട്ടുണ്ടല്ലോ സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ വരണ്ടായിരുന്നു. ബാത്റൂമിലേക്കായാലും എല്ലാം. ഹലോ, ഇന്ന് കർക്കിടക വാവാണേ. അമ്മയും അച്ഛനും രാവിലെ പോയി ബലിയൊക്കെ ഇട്ട് വന്നേക്കാണ് കേട്ടോ. എന്നിട്ട് ഇപ്പൊ നേരെ വിളക്ക് വെക്കുകയാണ്. അമ്മ വന്ന കറക്റ്റ് ടൈമിലാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാട്ടോ. അങ്ങനെ മിറ്റൊക്കെ അടിച്ച് വാരിയതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നേക്കാട്ടോ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പായിരുന്നു. ഇന്ന് എനിക്കായാലും കിച്ചണായാലും പോകാനില്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല. പക്ഷെ അച്ഛന് നല്ല തിരക്കിട്ട പണി ഉണ്ടായിരുന്നു. ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടായ കഴിപ്പിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ പോയി നേരെ കുളിച്ച് റെഡിയായി ഇപ്പം പോവാൻ നിൽക്കുന്നത് അമ്പലത്തിലോട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അധികമായിട്ടോ കണ്ടിട്ട് തന്നെ. അപ്പം നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്കൊക്കെ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾ സംസാരിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം അതിന്റെ പരിഭവത്തിലായിരുന്നു അച്ഛനായാലും അമ്മയായാലും. കാരണം നല്ല തിരക്കിട്ട പണിയാണല്ലോ. അങ്ങനെ വേഗത അമ്മ ഞാനും കൂടെ ചായയൊക്കെ കുടിച്ച് അമ്മ ക്യാഷ് തരയിലും പിന്നെ അച്ഛൻ ചെല്ലി പൊരിക്കാനുള്ള മറ്റേ മുളക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ രാവിലെ. ഇന്നലെ അച്ഛൻ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നോർമലി വെക്കാറ് ചോറും മീൻ ഐറ്റംസും ഒക്കെയാണ് ഉണ്ടാക്കാറ്. കാരണം അച്ഛനൊക്കെ അങ്ങനെ മീൻ ഐറ്റംസ് ആണ് ഇഷ്ടം. പക്ഷേ ഇന്ന് നമ്മൾ ഒരു മാറ്റം പിടിച്ചതാണ്. മീൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ചോറല്ല, ഗീ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അച്ഛമ്മനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീ റൈസ് അച്ഛൻ കഴിക്കുമോ എന്നുള്ളത്. അപ്പം അച്ഛമ്മ പറഞ്ഞു അന്നൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയൂല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ ഈ ചിക്കൻ കറി എളുപ്പം ചിക്കൻ കറിയാണോ? മൊത്തം കുക്കറിലിട്ടേക്ക് ഒറ്റ വിസിലടിച്ചാൽ ചിക്കൻ കറി. പിന്നെ നമ്മൾ കട്ടി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇത് ഞാൻ മുൻപ് എവിടെയോ കണ്ടു മറന്നിട്ടുണ്ടല്ലോ. ഇത് ഇന്നമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നമുക്ക് എന്താണ് ചിക്കൻ കറി ഉണ്ടാക്കിയ സമയത്ത് ഇന്നമ്മ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂസ് ടൈപ്പ് കറി ആയപ്പോൾ ഇന്നമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ആ കാഷ്യൂ നന്നായിട്ട് അരച്ചിട്ട് നല്ല പൊടി പൊടി ആവണോ? ഓ, അതിൽ വെള്ളം ഒഴിച്ചോ? ഞാൻ വിചാരിച്ചു പൊടി. അപ്പോൾ ചിക്കൻ കറിയിൽ നമ്മൾ ഇതേ കാഷ്യൂ അരച്ചത് ചേർക്കാണേ. ഇത് ഈ ചിക്കൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ടല്ലേ ഇങ്ങനെ വെച്ചത്? അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇന്നമ്മ അപ്പം അങ്ങനെ ചേർത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേർത്ത് നോക്കി നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നും ഉണ്ടാക്കാൻ വേണ്ടി നോക്കണേ. ഇതാകുമ്പോൾ എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ആണല്ലോ. അമ്മ ഇത് പറഞ്ഞത് കേൾക്കുമ്പോൾ വിചാരിക്കും അമ്മ കഴിച്ചു നോക്കിയിട്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു. അമ്മ കഴിക്കില്ല. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? നോർമലി ഇങ്ങനെയുള്ള വാവ് പിന്നെ ഷാർദൂരിക്കൽ അങ്ങനത്തെ സമയത്തൊക്കെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, ചോറും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴേലൊക്കെ കാണുക. അപ്പോൾ എപ്പോഴേലും കാണുമ്പോൾ വെറുതെ ഇങ്ങനെ നോർമലി അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സംസാരിച്ച് നിന്നതാണ്. നിന്നപ്പോൾ കുറേ ടൈം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഓരോ കഥകൾ പറഞ്ഞ് ഇരിക്കും. ചൂടുണ്ടോ? ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അന്നത്തെ അത്ര ടേസ്റ്റ് ഇല്ല. മീൻസ് കാഷ്യൂവിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞു. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? പിന്നെ ഇതെന്താ? പായസം വെക്കാൻ വേണ്ടിയിട്ടും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. വേണ്ട. പിന്നെ ആ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമൊക്കെ ഈ അമ്മയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും. എപ്പോഴും ഞങ്ങൾ പണി അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ ഉള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. എന്നിട്ട് അമ്മ ഇപ്പോൾ 100 വട്ടം അച്ഛൻ വിളിച്ചിട്ട് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം നല്ലോണം വൈകിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ വെച്ച് കൊടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല. അച്ഛൻ അവിടുന്ന് തിരക്ക് കൂട്ടുന്നുണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ. മെയിൻ ഷെഫ് ഇതാ നല്ല രീതിക്ക് അത് ഇളക്കി സെറ്റ് ആക്കുന്നുണ്ട്. അമ്മേൻ്റെ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നെയ്ച്ചോറ് എനിക്ക് അത്രയ്ക്കായിട്ട് സത്യം ഒക്കെ പറയല്ല, സത്യമായിട്ടും നെയ്ച്ചോറ് എനിക്ക് അങ്ങനെ നെയ്ച്ചോറ് എന്താ കുഴപ്പമൊന്നും എനിക്കറിയില്ല. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആവാറില്ല. പക്ഷേ ബിരിയാണി സൂപ്പർ ആവാറുണ്ട്. ഈയിടെയായിട്ട് അതും റെഡി ആവാറില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അത്രയും നേരമുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അമ്മയായാലും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ വൈകിയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ലേറ്റ് ആയതെന്നൊക്കെ. കുഞ്ഞായിരുന്ന സമയത്ത് ഈ ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നേ. കാരണം അമ്മായി വരും. അപ്പോൾ അമ്മായി അങ്ങനെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമാണ്, അച്ഛൻ്റെ ശ്രാദ്ധൊരിക്കലിനും പിന്നെ ഇതുപോലെയുള്ള വാവ് സമയത്തൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെ വരാറില്ല, ശ്രാദ്ധത്തിന് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം പഴയ വീടായിരുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് ഇരിക്കട്ടെ, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ മുറുമുറുക്കണ എന്താന്ന് വെച്ചാൽ അച്ഛൻ അപ്പുറത്തുനിന്ന് എന്തോ ഇങ്ങനെ കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മായിയൊക്കെ വരുന്ന സമയത്ത് നല്ല രസമല്ല എല്ലാവരും കൂടെ. പക്ഷേ നമ്മൾ മാത്രമുള്ള സമയത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ ഫുഡിലേക്ക് പോവേ. കാരണം നമ്മളിങ്ങനെ ചിക്കൻ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ. പിന്നെ ഇതാ അമ്മ പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ സേമിയ പായസം മാത്രമേ ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു പ്രാവശ്യം എവിടുന്നോ അടപ്രഥമൻ എന്തോ കുടിച്ച് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വേറെ പായസം
അന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫുഡും എടുത്തിട്ട് നേരെ വലിയച്ഛൻ്റെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് അച്ഛമ്മേനെ എടുത്ത് നേരെ നമ്മളിതാ നമ്മുടെ വീട്ടിലോട്ടാണ് ഈ വന്നേക്കുന്നത്. കുഞ്ഞ കിച്ചൺ. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഡൈനിങ് ഏരിയ, കുഞ്ഞ ഡൈനിങ് ഏരിയ അല്ലമ്മ. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ റൂം ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഫോട്ടോ മാത്രമല്ല, ഡ്രസ്സ് മടക്കി വെച്ചിരുന്ന അവിടെ തന്നെ. കുഞ്ഞ റൂമിൽ ഞങ്ങൾ 4 ആൾ, കട്ടിലുമ്മ എല്ലാവരും കിടക്കും, അച്ഛൻ താഴെ കിടക്കും. നല്ല രസമായിരുന്നു. ഏകദേശം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 9-10 വർഷമായിട്ടോ. വീട്ടിലെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ബാക്കി ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കിണറ്റിൽ നിന്നാണ് വെള്ളം എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാത്റൂമിലേക്കായാലും എല്ലാത്തിനും അതാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സൗകര്യക്കുറവൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും സന്തോഷമായിട്ട് ഇരുന്ന സമയം എന്ന് പറയുന്നത് അവിടെ ആയിരുന്നപ്പോഴാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. നമ്മൾ എപ്പോഴൊന്നും വരാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പോൾ അതാ നമ്മൾ വെച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ അച്ഛൻ. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. മേ ബി ആ സ്നേഹം അറിയാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കാം. അമ്മച്ചനും ഇല്ല, പക്ഷേ 4 വയസ്സ് വരെ എനിക്ക് അമ്മച്ചുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചനായാലും എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്കായാലും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ലൈഫിൽ ഗുഡ് തിങ് ബാഡ് തിങ് എന്ത് വന്നാലും ഞാൻ ഓർക്കുന്ന ഒരാൾ കൂടെയാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മേ ബി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു, നല്ല അടിപൊളി പായസമൊക്കെ കുടിച്ചു. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.